എളുപ്പത്തിൽ ഒരു മീൻകറി വെക്കാൻ നോക്കും. ഞാനിങ്ങനെ മീൻകറി വെക്കുന്നത്, അതായത് ഇഞ്ചി മിക്സർ ജാറിലേക്ക് ഇടുക, സവോള, എനിക്ക് ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ഇടുന്നത്, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇടുക, പിന്നെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ അരച്ച തേങ്ങ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒക്കെ എടുക്കാം. ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ സൗണ്ട് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. വീഡിയോ എടുക്കുക, അതങ്ങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അത്രയും കാര്യമുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് കത്തിക്കാം. ഇനി തിളച്ചിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് പുളി ഇടാം. കുടംപുളി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കുടംപുളി വെച്ചിട്ടുണ്ട്, അതിടാം. നമ്മുടെ അരപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് പുളി ഇടാം. പുളി ഇത് ഞാൻ ഇത്ര 1/2 കിലോ മീനാണ്, ഞാൻ ഇത്രയും പുളി ഇട്ടുണ്ട്. പുളി ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പുളിയിട്ട അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിടാം. ഇത് ഏത് മീൻ വേണേലും ഇങ്ങനെ കറി വെക്കാം കേട്ടോ. അയലയോ ഏത് മീൻ. എനിക്കിവിടെ വറ്റയാണ് കിട്ടിയതെന്ന്. മീനെല്ലാം അതിനകത്തേക്ക് പെറുക്കിയിടാം. തവി കൊണ്ടൊന്ന് ഇളക്കാം. മീൻ നന്നായിട്ട് തിളക്കട്ടെ. മൂടി വെച്ച് നന്നായിട്ട് തിളക്കട്ടെ. മീനിട്ട് നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് ഉപ്പിടാം. ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി അതിൽ നിന്ന് തിളച്ച് പറ്റി വരണം. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ സിമ്മിലേക്ക് ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോവും. നന്നായിട്ട് തിളച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു വിടണം. ഇതെനിക്കിപ്പം ഫോൺ കയ്യിലിരിക്കുന്നതാണ്, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു വിടണം. ഇനി നമ്മുടെ മീൻകറി വാങ്ങി വെച്ച് ഞാൻ കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിക്കുകയുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവായിട്ട് കടുക് വറുത്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുവാണ്. ഇത് ഒഴിച്ച് വെച്ച് അതുപോലെ മൂടി അതിൻ്റെ ആവി പോകാതെ മൂടി വെക്കണം കുറച്ച് സമയം. പിന്നെ നമ്മളെടുത്തൊന്ന് ചുറ്റിക്കുക. കടുക് വറുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ആവി അതിൻ്റെ ആ മണം പോകാതെ നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒരു ലൈക്ക് ചെയ്യുവാണെങ്കിൽ സന്തോഷം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഈ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പൊറോട്ടയ്ക്കോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണേലും കൂടെ കഴിക്കാവുന്ന ഒരു മീൻകറിയാണ്. അപ്പം താങ്ക് യു.